ബ്രെഡ് വെച്ചിട്ടുള്ള വട കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണത്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു ബ്രെഡ് വട ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മളൊരു 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ടൊരു ബൗളിലേക്ക് ഇട്ട് ഇതിലേക്കൊരു 1/4 കപ്പ് അളവിൽ തൈര് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയത്ത് ഒരു മുറി സവോള, ഒരു 3 പച്ചമുളക്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇച്ചിരി മല്ലിയില ഇത്രയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ബ്രെഡ് സോഫ്റ്റ് ആയി കഴിയുമ്പം കൈ വെച്ച് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് റവയും 1/2 കപ്പ് അരിപ്പൊടിയും അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും, ആവശ്യത്തിനുള്ള ഉപ്പും, ഒരു 1/4 ടീസ്പൂൺ ജീരകവും, 2 നുള്ളു കായം പൊടിച്ചതും കൂടെ ചേർത്ത് ഒരു 1/4 കപ്പ് തൈരും കൂടെ വെച്ച് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഈ ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണ ചൂടായി വരുമ്പം ഇതിൽ നിന്ന് ഇതുപോലെ ചെറിയ ഉരുളകളായി എടുത്ത് ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്രെഡ് വട ഉണ്ടാക്കാനായിട്ട്. വളരെ എളുപ്പമല്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണേ.